ചാളായില കണ്ണാപ്പി നങ്ക് കൊഴുവ ചാളായില കണ്ണാപ്പി നങ്ക് കൊഴുവ കണ്ണാപ്പി നങ്ക് ചാള നങ്ക് എന്താ വേണ്ടേ? ഇത് ചാളായില്ല കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അയില മാത്രമുള്ള അത് ശരിയാണല്ലോ. അതെ, ഈ ചാളന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ടാണ്. എത്ര അയിലക്ക് വില? നിസ്സാര വിലയുള്ളൂ, 400 രൂപ കിലോ. 400 എന്തൊട്ട് കൊള്ളയാണിത്? എന്റെ പൊന്നു പെങ്ങളെ ട്രോളിംഗ് നിരോധനമാണ്. ബോട്ടുകളൊന്നും കടലിൽ പോണില്ല. നീ കണ്ട നല്ല പച്ച അയില നോക്കി ഞാൻ മേടിച്ചതാണ്. പെങ്ങൾക്ക് വേണോ? എന്തായാലും 400 രൂപക്കൊക്കെ മീൻ വാങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് മുതലാവൂലേക്കാ. എന്തായാലും 1 കിലോ അയില എടുക്ക്. 1 കിലോ അല്ലേ? എനിക്ക് 1 കിലോ കൊണ്ടെടുത്തോട്ടാ. ആ പിന്നെ 1 കിലോ എടുക്കാം. 1 കിലോ ഒരെണ്ണം തൂക്കിയപ്പോ തന്നെ 1 കിലോ ആയല്ലോ പെങ്ങളെ. ഒരെണ്ണം തൂക്കിയപ്പോ 1 കിലോയാ? എങ്ങനെ മുതലാവാനാ? അന്ന് 1 കിലോ ആക്ക്. ശരിയാ, ഒരെണ്ണം വെട്ടി കീറി കഴിഞ്ഞ എന്താവാനാ? രണ്ടെണ്ണം ഇട്ടപ്പോ 1 കിലോത്തിന്റെ മുകളിലുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. 400 രൂപ. ഇത് നന്നാക്കി കലത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കലത്തിൽ മീൻ കാണാൻ കൂടി ഇല്ലല്ലോ. അതൊന്നും എനിക്കറിയാൻ പാടില്ല പെങ്ങളെ. 2 തൂക്കിയപ്പോ 1 കിലോ ഉണ്ട്. നല്ല പെടക്കണ അയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഏട്ടാ. എന്തേ 2 അയില നന്നാക്കി കഴിഞ്ഞാൽ 6 കഷ്ണമാണ് കിട്ടണേ. 6 കഷ്ണത്തിൽ ഉച്ചക്ക് 2 കഷ്ണം കെട്ടിയോന് കൊടുക്കണം, 1 കഷ്ണം ഞാൻ എടുക്കും. ഓരോന്ന് വെച്ച് പിള്ളേർക്കും കൊടുക്കുന്നത്. അപ്പൊ എത്ര കഷ്ണമായി? 5 കഷ്ണമായി. ബാക്കി 1 കഷ്ണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വൈകിട്ട് എങ്ങനെ കൂട്ടാനാ? അതുകൊണ്ട് അയില വേണ്ടിക്ക ഞാൻ സാമ്പാർ ഇട്ട് വാങ്ങിച്ചോളാം. അതാവുമ്പോ ഉച്ചക്ക് കൂട്ടാ, വൈകിട്ട് കൂട്ടാ, രാവിലെ പുട്ടുണ്ടാക്കിയിട്ടാണെങ്കിൽ പുട്ടിനും കൂട്ടാ. അതാവുമ്പോ 110 രൂപ ചെലവുള്ളൂ. ശരി എന്നാ. എനിക്ക് വേണ്ടക്കാ, ഞാൻ സാമ്പാർ തന്നെ മേടിച്ചോളാം. അതാവുമ്പോ 3 നേരം കൂട്ടാലോ. ശരിയെന്നാ.